ഞാനിന്നുണ്ടാക്കിയ അതീവ രുചികരമായ ഒരു വിഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. അത് വളരെ ഹെൽത്തിയും വളരെ ടേസ്റ്റിയുമാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകും, അത്രയ്ക്ക് രുചികരമായിട്ടാണ്. രുചികരമായതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചത്. അതിന് നമുക്ക് കുറച്ച് റാഗിപ്പൊടി, 2 ക്യാരറ്റ്, കുറച്ച് നെയ്യും, കുറച്ച് കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, 2-3 ഏലക്കായ, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. കുറച്ച് തേങ്ങയും വേണം. അപ്പോൾ ആദ്യം നമുക്ക് പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കിസ്മിസ്, അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് ഫ്രൈ ചെയ്യുക. അതിലേക്ക് നമ്മുടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇടുക. അതും കുറച്ച് നേരം ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് ആവശ്യമായ തേങ്ങ, ഒരു കപ്പ്, ചെറിയ കപ്പിന് 1 കപ്പ് തേങ്ങ ചേർക്കാം. തേങ്ങയും ചേർത്ത് നമ്മൾ ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി അതിലേക്ക് ചേർത്ത് ഇളക്കുക. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളവും കൂടി ചേർത്ത് അത് തിളച്ച് കഴിയുമ്പോൾ, നന്നായിട്ട് വെട്ടി തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഒരു 2 കപ്പ് റാഗിപ്പൊടി, ആ നനവ് കറക്റ്റ് ഇത് ചെയ്യത്തക്ക വിധം റാഗിപ്പൊടി ഇട്ട് ആ ചൂടോടുകൂടി തന്നെ ആ റാഗിപ്പൊടി അതിലിട്ട് ഇളക്കി എല്ലാം കൂടി 2-3 ഏലക്കായ പൊടിച്ചതും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് അടയുടെ പരുവത്തിൽ ആക്കുക. സ്റ്റൗ ഓഫ് ചെയ്യാം. ഒരുവിധം നമ്മൾക്ക് കൈകൊണ്ട് തൊടാവുന്ന ചൂട് ആവുമ്പോൾ അതിലേക്ക് കയ്യിൽ എണ്ണ പുരട്ടി വാഴയിലയിൽ നമ്മളുടെ അട പരത്തുന്ന പോലെ കനം കുറച്ച് പരത്തിയിട്ട് അത് ചുരുട്ടി, കനം കുറച്ച് പരട്ടി വാഴയില ഇങ്ങനെ ചുരുട്ടി ആവിയിൽ വേവിച്ചെടുക്കുക. എന്താണ് അതിൻ്റെ രുചിയെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ.